ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചിയും വെറൈറ്റിയുമായ പാവയ്ക്ക കൊണ്ടുള്ള ഒരു പലഹാരം ഉണ്ടാക്കാം. കരയിലാക്കി മുട്ടിയ. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ആ പാവയ്ക്കയുടെ ആ പുറവശത്ത് കാണുന്ന ആ മുള്ളുപോലുള്ള വശം നമുക്കൊന്ന് ചുരണ്ടിയെടുക്കാം. ഇനി നമുക്കത് ഉണ്ടാക്കുവാൻ വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം. 1 കപ്പ് കടലമാവ്, ചുരണ്ടിയെടുത്ത പാവയ്ക്ക, 1 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ നാരങ്ങ മുറിച്ചത്, അത് നമുക്കൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ചാറെടുക്കണം. പിന്നെ സ്വല്പം മല്ലിയില, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ ഉപ്പ്, ഒരു പച്ചമുളക് അരിഞ്ഞത്, പിന്നെ കായം. ഈ കായത്തിൽ നിന്ന് 1/2 ടീസ്പൂൺ നമുക്കെടുക്കണം. ഇത്ര സാധനങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സാധനങ്ങളെല്ലാം കൂടി ഒരു വലിയ പാത്രത്തിലേക്കിട്ട് ഇതെല്ലാം കൂടി സ്വല്പം വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുക്കണം. കടലമാവ്, പാവയ്ക്ക ചുരണ്ടിയെടുത്തത്, ഗോതമ്പ് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, മുളക് പൊടി, ജീരകം, മല്ലിപ്പൊടി, പച്ചമുളക് അരിഞ്ഞത്, മല്ലിയില, ആ നാരങ്ങ പിഴിഞ്ഞ അതിൻ്റെ ചാറ്, പിന്നെ കായം, ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇത് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു നല്ല പലഹാരമാണ്. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതുമാണ്. എന്നിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് നമ്മൾ റൊട്ടിക്ക് കുഴയ്ക്കുന്ന ആ പരുവത്തിന് നമുക്കിത് കുഴച്ച്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇപ്പോൾ നന്നായിട്ട് ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് നേരം നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെറിയ ഉരുളകളായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണം. പാവയ്ക്ക നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുവാനും വെയിറ്റ് കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയുവാനും ഒക്കെ നല്ലതാണ്. ക്യാൻസർ പേഷ്യൻ്റൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഞാനതെല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ എണ്ണ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ഉരുട്ടി വെച്ചിരുന്ന അത് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടലമാവ് ദിവസേന നമ്മൾ കഴിക്കുകയാണെങ്കിൽ ശരീരത്തിന് വളരെയധികം നല്ലതാണ്. പ്രോട്ടീൻ കൂടുതലുള്ള ഒരു പൊടിയാണത്. മല്ലിയിലയിൽ വിറ്റാമിൻ സി, വിറ്റാമിൻ ഇ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കണ്ണിന് കാഴ്ച ഉണ്ടാകാനും പല്ലിന് ബലം കിട്ടുവാനും ഒക്കെ ഇത് വളരെയധികം നല്ലതാണ്. അതെല്ലാം ഞാൻ അതിലേക്ക് ഇട്ടു. ഒരു വശം മൂത്തിട്ടുണ്ട്. നമുക്ക് ഇനി അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയിൽ ധാരാളം വിറ്റാമിൻസ്, ഫൈബേഴ്സ്, മഗ്നീഷ്യം, സിങ്ക്, പ്രോട്ടീൻ എല്ലാം കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ പലഹാരം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. കുട്ടികളെ കൊണ്ടൊക്കെ പാവയ്ക്ക കഴിപ്പിക്കാൻ വളരെയധികം പ്രയാസമുള്ള കാര്യമാണ്. അവർക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരത് കഴിച്ചോളും. ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സോസിൻ്റെ കൂടെ, ഒരു നല്ല ചട്നിയുടെ കൂടെ കൊടുത്താൽ മതി, അവരത് കഴിച്ചോളും. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇപ്പോൾ നമ്മുടെ കരയിലാക്കിയ മുട്ടിയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം. ഇനി നമുക്ക് ഒരു നല്ല വെറൈറ്റി വീഡിയോയുമായി അടുത്ത ബുധനാഴ്ച കാണാം. വീഡിയോ കണ്ടതിന് താങ്ക് യു.